തൊഴിലാളി ദ്രോഹ ജനദ്രോഹ നടപടികളിൽ നിന്നും പൊതുമേഖലയെ തകർക്കുന്ന നീക്കങ്ങളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണമെന്ന് DCC ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ KG എൽദോ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ യോഗം ആലത്തൂർ ഡിവിഷന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടത്തെ തൊഴിലാളി സുഹൃത്തുക്കളോട് നിർവ്യാജമായിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കണം. ഇവിടത്തെ CA2കാർ, കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി നഷ്ടപ്പെട്ട ഒരു ആനുകൂല്യത്തിനും വേണ്ടി നിൽക്കാൻ കഴിയാത്ത രൂപത്തിലാണ് നിങ്ങളുടെ എല്ലാ കാലഘട്ടത്തിലുമുള്ള പ്രവർത്തനം. ഇവിടെ ക്ഷാമബത്തയെക്കുറിച്ച് സൂചിപ്പിച്ചു. 2021 മുതൽ ലഭിക്കേണ്ട കാര്യങ്ങൾ അത് ഓരോ ഘട്ടത്തിലും മുടങ്ങി 10% DA കുടിശ്ശികയായി നിൽക്കുന്ന സമയത്താണ് ഇന്ന് പത്രത്തിൽ 3% കൊടുക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് ഒരു വാർത്ത വന്നത്. എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ്? ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്. ഈ 10% എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. എത്രായിരം കോടി രൂപയാണ് ഈ നാട്ടിലെ സാധാരണക്കാരനായ ജീവനക്കാരന്റെ പണം ഈ സർക്കാർ അപഹരിച്ചത്. 2021 മുതൽ ആ ക്രമമായിട്ട് DA കിട്ടിയിരുന്നുവെങ്കിൽ ഒരു തൊഴിലാളിക്ക് എത്ര രൂപ അഡീഷണൽ ആയിട്ട് ശമ്പളത്തിൽ വർധനവുണ്ടായേനെ? അങ്ങനെ ഒരു തൊഴിലാളിക്ക് കിട്ടിയാൽ ഈ കേരളത്തിലെ ഇത്രനാളും വരുന്ന ജീവനക്കാർക്ക് അതിന്റെ മെച്ചം കിട്ടുമ്പോ ഏതാണ്ട് ഒരു 10,000 കോടി രൂപ ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ അടിച്ചെടുത്തൊരു ഗവൺമെന്റാണ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ്. ഡിവിഷൻ പ്രസിഡന്റ് M. റിയാസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സെക്രട്ടറി ആഷിഖ് അലി, ജില്ലാ സെക്രട്ടറി M. ഗോപകുമാർ, അൻസാരി, സുമേഷ്, പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.